പുത്തൻപുലരി റിപ്പോർട്ടർ ലൈവിലേക്ക് നീങ്ങുകയാണ്. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വാർത്തകളിലേക്ക് വിശദമായി പോവുക എന്നുള്ളതല്ല, ഇന്നത്തെ ന്യൂസ് അജണ്ട അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ, കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ, കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ എന്നിവർ ചേരുകയാണ് പുത്തൻപുലരിയിലെ ന്യൂസ് അജണ്ട ലൈവുമായി. ആദ്യം തിരുവനന്തപുരത്ത് പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, മുതലപ്പുഴയിലാണ് നിൽക്കുന്നത്. 11 മണിക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടേക്ക് എത്തും എന്നൊരു സവിശേഷത കൂടി ഇന്നുണ്ട്. പ്രജിത്ത്, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 11 മണിയോടെയാണ് കേന്ദ്ര ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യൻ ഇവിടെ സന്ദർശനം നടത്തുന്നത്. ഈ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പലവട്ടം നമ്മൾ ഈ വിഷയങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം നിരവധി അപകടങ്ങളിലായി 75ലധികം മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായ ഒരു മേഖലയാണ് ഈ മുതലപ്പുഴ. അശാസ്ത്രീയമായ നിർമ്മാണം അടക്കമുള്ള ആരോപണങ്ങൾ അതിന് പിന്നിൽ നിൽക്കുന്നുണ്ട്. ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല സമിതികളും യോഗങ്ങളും ഒക്കെ സംസ്ഥാന സർക്കാർ ചേർന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു ഫലപ്രദമായ നടപടികൾ ഉണ്ടാകാതെ വന്ന സമയത്താണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ആകെ ബാധിച്ച അവരുടെ ഉറ്റവരെ ഉടയവരും ഒക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കിപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കിടയിലൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളങ്ങളിലും ബോട്ടുകളിലും ഒക്കെ അവരുടെ അന്നന്നത്തെ അന്നത്തിനായി പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ ആണ് ഈ രീതിയിൽ ആളുകളുടെ ജീവിതം തുടർച്ചയായി ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കേന്ദ്രമന്ത്രി ഇന്ന് എത്തുന്നതോടെ ഈ പ്രദേശവാസികൾക്ക് കുറച്ചുകൂടി ഒരു ഉറപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ വലിയ പദ്ധതികൾ തന്നെ ആവശ്യമാണ്. ആ പദ്ധതികൾ ഏത് രീതിയിലാണ് ഇനി കേന്ദ്രമന്ത്രിയായിട്ട്, പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പിൽ ഒരു കേന്ദ്രമന്ത്രിയെ കേരളത്തിൽ നിന്ന് ഒരാളുണ്ടാകുമ്പോൾ, അതിലൊരു കേന്ദ്ര സഹമന്ത്രിയെ കേരളത്തിൽ നിന്ന് ഒരാളുണ്ടാകുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ മുതലപ്പുഴക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ബന്ധന തൊഴിലാളികൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രിയുടെ ഇവിടെ സന്ദർശനം എത്തുന്നത്. ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനും ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യനെ അനുഗമിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ നാട്ടുകാരോടൊക്കെ തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്ന് കേന്ദ്രമന്ത്രി എത്താണ്, അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾ? നമുക്ക് ഈ പൊഴി ഒരുപാട് ജീവൻ പൊലിഞ്ഞതാണ് ഇവിടെ. അപ്പം അത് നമുക്ക് മാനസികമായിട്ട് 79 പേര് മരിച്ചു. ഇതിൻ്റെ ഒരു പ്രവർത്തനം ഒത്തിരി സ്പീഡിലാക്കിയ അത്രയും നന്നായിരിക്കും. അപ്പം ഇതിൻ്റെ വീതി കൂട്ടുക. ഇതിൻ്റെ ഈ പുലിമുട്ടില്ലേ, ഈ പുലിമുട്ടെന്ന് പറയുന്ന ഇത് പിന്നെ വള്ളം കയറി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് കുറേ കൂടെ ദൂരെ പോകണം. 79 ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് ഈ പുഴയിൽ. ഇവിടെ നമ്മളെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളി സാർ ഇവിടെ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ അവരെ കുടുംബാംഗങ്ങളെ നോക്കണം. എത്ര കുട്ടികൾ സർക്കാരെന്ന് പറഞ്ഞാൽ ഇവരെ വന്ന് നോക്കിയിട്ട് പോകും. പക്ഷേ അവർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് മരിച്ചവർക്ക് പോയവർക്ക് ഒരുപാട് പൈസ ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ തന്നെ മുരളി സാറ് തന്നെ ഇവിടെ 1-2 പ്രാവശ്യം പുള്ളി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ച സ്കൂളിൽ വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാർ അവരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ പുലിമുട്ടിൻ്റെ നീളം കൂട്ടുക, ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നുള്ളത് തന്നെയല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. അത് തന്നെയാണ് ഈ പുലിമുട്ട്. നമ്മളിപ്പോൾ വിഴിഞ്ഞത്തായാലും കൊല്ലത്തായാലും പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്രയും ദുരന്തങ്ങൾ നടക്കുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഇത്രയും ഇടഭാഗത്ത് ഇവിടെ വെള്ളം വരുമ്പോഴേ ഈ പുലിമുട്ടെന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ പുലിമുട്ടിൽ ഈ സാധനം എത്ര കോടിക്കണക്കിന് സാധനം ഇതിൽ അടി കിടപ്പുണ്ടെന്നറിയാം. ഈ വെള്ളം വന്ന് കയറുമ്പോൾ ഈ തിരഞ്ഞൊക്കെ കൊണ്ട് നോക്കുമ്പോൾ ഈ വെള്ളം കൊണ്ട് അങ്ങോട്ട് പിടിക്കും. അതിൽ കൊണ്ട് ഇടിച്ചാണ് ഒരുപാട് അപകടങ്ങൾ. 79 പേരാണ് മരിച്ചത്. അതിൻ്റെ വീതി കൂട്ടുക. വീതി ചുരുങ്ങും തോറും അപകടം കൂടിക്കൊണ്ടിരിക്കും. തിരമാലകൾ അതിൻ്റെ ശക്തിയായിട്ട് അടിക്കും. വർഷവും വരുമ്പോഴത്തേക്ക് തിരമാലകൾ വന്ന് അടിക്കാനുള്ള സൗകര്യം വരാൻ വെള്ളം കയറി വരികയാണെങ്കിൽ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇതല്ല, ഈ പോക്കല്ല, ഇതിനെക്കാട്ടി ഹൈറ്റിൽ വരും. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തിര ഇങ്ങനെ അടിച്ചു പോകുന്നു. മൊത്തത്തിൽ ഈ കടലിൽ പോകുന്നതെല്ലാം പ്രതിസന്ധിയിലാണ് അവരുടെ ജീവിതം. അപ്പം മഴക്കാലത്ത് അവരെത്ര പറഞ്ഞാലും അവരെ കുടുംബം നോക്കാൻ വേണ്ടിയാണ് പോണത്. അവരെ കുടുംബം നോക്കാൻ വേണ്ടി മഴക്കാലത്തും അവരെ കുടുംബം നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് തിരമാലകൾ ഇതിൻ്റെ ശക്തമായിട്ട് അടിക്കും. അതായത് ഈ പറയുന്നത് ഈ മഴയൊക്കെ അലർട്ടൊക്കെ വരുമ്പോഴും അതിന്റെ മുന്നറിയിപ്പുകൾ വരുമ്പോഴും പോകാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രയും ദാരിദ്ര്യമുള്ള കുടുംബങ്ങളല്ലേ. ഇപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട വള്ളങ്ങളെല്ലാം ഇവിടെ നിന്ന് നേരെ കൊല്ലത്താണ് കൊണ്ടുപോയി പണി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വള്ളം അങ്ങ് പോയിട്ട് അവിടെ നിന്ന് പണി ചെയ്തിട്ട് ഇവിടെ നിന്ന് ആട്ടോയിൽ ജോലിക്കാർ പോകും. അവിടെ പോയി പണി ചെയ്തിട്ട് തിരിച്ച് ആട്ടോയിൽ വരും. വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ തിരമാല എന്ന് പറഞ്ഞാൽ കടൽക്ഷോഭം വന്നു കഴിഞ്ഞാൽ പോയി. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുന്ന നമുക്ക് പോലും മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കാനുള്ള ഒരേ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഹാർബറാണ്. അവിടെ കൊണ്ടുവന്നാലേ അവർക്ക് പറ്റുള്ളൂ. അത് വേറെ ഒരു മാർഗവും ഇല്ല.
അതുകൊണ്ട് അവർ അതിനെ ആശ്രയിച്ച് വരുമ്പോഴേക്കും ഇങ്ങനെ അപകടം സംഭവിക്കുന്നത്. ഹാർബർ വരുന്ന മുമ്പേ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഹാർബർ വരുന്ന മുമ്പേക്ക് എന്താ നമ്മൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ വള്ളം കൊണ്ട് അടുപ്പിക്കുന്നത്, അവിടെ വെച്ച് തന്നെ ലേലം ചെയ്ത് അങ്ങ് പോവുകയും. പ്രജിത് മോഹൻ തിരിച്ചെത്താം, വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഹാപ്പനിങ് അവേഴ്സിൽ തിരിച്ചെത്താം. നമുക്ക് മറ്റു റിപ്പോർട്ടർമാർ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി കഷ്ടിച്ചൊരു 12-13 മിനിറ്റ് മാത്രമേ ഉള്ളൂ പുത്തൻ പുലരി സമാപിക്കാനായി. നമുക്ക് സുധീഷ് ഗോപാലിലേക്ക് പോകാം. കൊച്ചിയിൽ സുധീഷ് ഗോപാൽ ഉണ്ട്. സുധീഷ്, എന്താണ് കൊച്ചിയിൽ ഇന്നത്തെ ന്യൂസ് അജണ്ട? പ്രദീപുള്ള ഏറ്റവും പ്രധാനമായും ഇന്ന് സ്വച്ഛത പക്വാട പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിലാണ് നടക്കുക. കാലടിയിലാണ്, കാലടി ശ്രീശങ്കര സ്കൂളിലാണ് നടക്കുക. ഇവിടെ 9:30 കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഇതിൻ്റെ ഭാഗമായി വൃക്ഷത്തൈ നടിയിലടക്കമുള്ള പരിപാടികളും നടക്കും. അതോടൊപ്പം തന്നെ ഇന്ന് കൊച്ചിയിൽ നിന്ന് പറയാവുന്നത് ഹൈക്കോടതിയിൽ വിവിധ കേസുകൾ പരിഗണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നത് തോമസ് ഐസക്കിൻ്റെയും അതോടൊപ്പം തന്നെ കിഫ്ബിയുടെയും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട EDയുടെ സമൻസുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഏറെ നിർണായകമാകും എന്നത് തന്നെയാണ് ഇതിലെ നടപടികൾ കോടതിയുടേത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഫെഫ്കയുടെ മീറ്റിംഗ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾക്കുള്ള നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങളും മറ്റും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മാന്നാറിലെ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് അനിലിനെ നാട്ടിലെത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലെ ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയാൾ ആശുപത്രിയിലാണെന്നുള്ള ഒരു വാർത്തയും ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർ വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെയാണ് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആലുവ റൂറൽ SP പ്രതികരണം ഇന്നുണ്ടാവാനും സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ് കൊച്ചിയിൽ നിന്നും വരും മണിക്കൂറുകൾ ഉണ്ടാവാവുന്ന പ്രധാന, ഇല്ലെങ്കിൽ കൊച്ചി റീജിയൻ മധ്യ കേരളത്തിൽ നിന്നുണ്ടാകാവുന്ന പ്രധാന വാർത്തകൾ. പ്രദീപ്, ശരി, കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ കൂടി ചേരുകയാണ്. ആനന്ദ്, ഫ്രെയിമിൽ വളരെ വിഷമത്തോടെ നിൽക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു മലബാർ റീജിയനിൽ പനി വ്യാപകമായി പടർന്നു പിടിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം ക്ഷീണം എന്തെങ്കിലുമാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല. ഇന്ന് കോഴിക്കോട് നിന്ന് ലഭിക്കാവുന്ന വാർത്തകൾ ഏതൊക്കെയാണ്? ദേവിക, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ന് പുലർച്ചെ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന 12 വയസ്സുകാരനായ ഫറൂഖ് സ്വദേശി മരണപ്പെട്ടിരിക്കുന്നു. മൃദുൽ എന്ന കുട്ടിയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചകളോളമായി തന്നെ ഈ കുട്ടി അതീവ ഗുരുതരമായിട്ടുള്ള നിലയിൽ തുടരുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി മരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് 3 കുട്ടികളാണ് മരിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഒരു 13-കാരി, കഴിഞ്ഞ മാസം മലപ്പുറത്ത് നിന്നുള്ള 5 വയസ്സുകാരി, ഈ 3 കുട്ടികളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മീറ്റിങ്ങുകൾ, അടിയന്തരമായിട്ടുള്ള മീറ്റിങ്ങുകൾ കൂടാനുള്ള ഒരു സാധ്യത എന്തായാലും ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് മുൻപിലെ സമരം തന്നെയാണ്. ഹൈക്കോടതി ഇടപെടലിൽ അത്തരത്തിലുള്ള ഒരു സമരത്തിന്, അതായത് ഈ സ്വകാര്യ കമ്പനി ഇത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേ കൊടുത്തിരുന്നെങ്കിലും സമരം ഇപ്പോഴും സമയത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സംഘർഷമുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മലപ്പുറത്ത് ഇന്നും +1 വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ഉപരോധം, ഉപവാസ സമരങ്ങൾ കളക്ടറേറ്റ് മുമ്പിൽ ഇന്നും നടക്കുന്നുണ്ട്, തുടരുന്നുണ്ട്. ഇതിലും സംഘർഷാവസ്ഥ എന്തായാലും കാണാനുള്ള സാധ്യതയുണ്ട്. വയനാട് കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ 1 നൈറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് എന്തായാലും സംഘടിപ്പിക്കുന്നത്. കൽപ്പറ്റയിലും കോഴിക്കോട് ജില്ലയിലുമായിട്ടായിരിക്കും ഈ ഇടങ്ങളിലായിട്ടായിരിക്കും ഈ നൈറ്റ് മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ CPM-ന്റെ തന്നെ മേഖല റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ ചർച്ചകൾ, അത് താഴെ തട്ടിലേക്ക് എത്തിക്കാനുള്ള കൂടുതൽ ചർച്ചകൾ, താഴെ കമ്പനി ബ്രാഞ്ച് അടക്കമുള്ള രീതികളിൽ യോഗം ചേരും എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണ്. ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് പടരില്ലെങ്കിൽ കൂടി 3 കുട്ടികൾ ഇത്തരത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 90% ഇത്തരത്തിൽ ഈ രോഗത്തിന്റെ ഒരു മരണസാധ്യത എന്ന് പറയുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് കൂടുതൽ കർശന ജാഗ്രതയും പൊതുവായിട്ടുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി ഇറങ്ങാനുള്ള ഒരു സാധ്യത എന്തായാലും ഉണ്ട്. ആനന്ദ്, ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവും.